ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമേഴ്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ബി.കോം കോർപ്പറേഷനിലെ കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസസ് എന്ന സബ്ജക്റ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിവിടെ പരിചയപ്പെടുന്നുള്ളൂ. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷം വന്നത്, അപ്പോൾ അതിൻ്റെ ആൻസറിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കോപ്പറേഷൻ സ്പെഷ്യലൈസേഷൻ ആണ് കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസസ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോപ്പറേറ്റീവ്? എന്താണ് കോപ്പറേറ്റീവ്? നമ്മൾ ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഇനി വേറെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റ് ഒക്കെ ആകുമ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കുക. അപ്പോൾ അതിനെന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഡിഫൈൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഡിഫൈൻ കോപ്പറേറ്റീവ്. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് എന്തായാലും പഠിച്ചപ്പോൾ വീണ്ടും റിപ്പീറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ ലിസ്റ്റ് ഔട്ട് ദ റോഷ്ഡെയിൽ പ്രിൻസിപ്പിൾ ഓഫ് cooperation. Then what is trade unionism? Then what are the similarities between cooperation and capitalism? Then what is farmers service society? പിന്നെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി? ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്? ദെൻ അടുത്തൊരു എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് ഔട്ട് ദി 4 ഫീച്ചേഴ്സ് ഓഫ് ആനന്ദ് പാറ്റേൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് നോട്ട് ഓഫ് ദി ലാബ്സ്. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്? വാട്ട് ഈസ് വാംനികോം? വാട്ട് ഈസ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്? വാട്ട് ഈസ് ഫിഷ് കോപ്പഡ്? ഓക്കെ, അപ്പോൾ ഈ ചില ടേംസ് ഇപ്പോൾ കോർപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടേംസ് ഉണ്ടാകും. ആ ടേംസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവുക. ദെൻ റൈറ്റ് 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് ICA. മേക്ക് എ ബ്രീഫ് നോട്ട് ഓഫ് കോപ്പറേറ്റീവ് ഫ്ലാഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 3 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ 6 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേയിലേക്ക് വന്നു കഴിഞ്ഞാൽ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷന്? റൈറ്റ് ഷോർട്ട് നോട്ട് ഓഫ് കോപ്പറേഷൻ ആൻഡ് സോഷ്യലിസം. Then next question, briefly discuss the functions of Kerala State Cooperative Agricultural and Rural Development Bank. നമ്മൾ പഠിക്കാനുള്ളതാണ് കോപ്പറേറ്റീവ് ബാങ്കിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു ബാങ്കാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതിൻ്റെ ഫങ്ഷൻസ്. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്? ദെൻ നെക്സ്റ്റ് റൈറ്റ് എ നോട്ട് ഓഫ് reformulated principles of cooperation 1995 by ICA. Then what are the features of cooperation? What are the functions of urban cooperative bank? Urban cooperative bank, rural cooperative bank എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടൈപ്സ് ഓഫ് കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഡിസ്കസ് ദ, ഇനി എസ്എ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഡിസ്കസ് ദ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻ ഇന്ത്യ. Then what is PACS, PACS? Discuss the functions and problems of PACS. Then next, what are the main objectives of NABARD? NABARD വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. NABARD, നാഷണൽ ബാങ്ക് ഫോർ റൂറൽ ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്. ദെൻ വാട്ട് ആർ ദ പ്രോബ്ലംസ് ഓഫ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി? അപ്പോൾ അതൊരു എസ്സേ ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് നബാർഡും അതേപോലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഐസായിട്ട് ഒറ്റ ഒരു എസ്സേയിൽ ചോദിച്ചിട്ടുള്ളത്. ദെൻ വാട്ട് ഈസ് ദ മീനിങ് ആൻഡ് റെലവൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ? ഡിസ്കസ് ദ സ്കോപ്പ് ഓഫ് കേരള ബാങ്ക്. കേരള ബാങ്കിൻ്റെ സ്കോപ്പ് അതും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷത്തെ കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന സബ്ജക്റ്റിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാത്തവർ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പറ്റിയിട്ടൊരു ഐഡിയ എവിടെ നിന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചോദിക്കുക എന്നുള്ളതൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.